നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്തെ പല ജില്ലകളിലും വാക്സിൻ തീർന്നെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൂടുതൽ വാക്സിനുകൾ വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. വാക്സിൻ കേരളത്തിന് ലഭ്യമാക്കാൻ മുൻകൈയെടുക്കേണ്ട കേന്ദ്രമന്ത്രി വി മുരളീധരൻ തെറ്റായ പ്രചാരണം നടത്തുകയാണ്. സുതാര്യമായാണ് സംസ്ഥാനത്ത് വാക്സിൻ വിതരണം നടക്കുന്നതെന്നും വീണ ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് പല ജില്ലകളിലും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും നമുക്കിനി വാക്സിൻ നൽകാനില്ല. നമ്മുടെ വാക്സിൻ സ്റ്റോക്ക് 0 ആണ്. പല ജില്ലകളിലും നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നിരന്തരമായി ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര സർക്കാരിനോട്, പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി വാക്സിൻ ലഭ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അങ്ങനെ പറയുന്നത് നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിന് കുറച്ചുകൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാക്സിൻ നൽകണമെന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത മാസം തന്നെ നമുക്കൊരു 60 ലക്ഷം ഡോസ് വാക്സിൻ ആവശ്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ രോഗികളുടെ എണ്ണം 1000-ന് മുകളിലാണ്. 24 മണിക്കൂറിനിടെ 1,09,382 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 10.59 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കൊടകര കള്ളപ്പണ കേസിൽ തുടരന്വേഷണത്തിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള സാക്ഷികൾ പ്രതികളായേക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. BJP നേതാക്കൾ പ്രതികളാകില്ല എന്ന് ഉറപ്പാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. BJP ബന്ധത്തിന്റെ പേരിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും പരസ്പരം കൊമ്പുകോർത്തു. ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കൊടകര കള്ളപ്പണ കേസിൽ പ്രതികളെ സാക്ഷികളാക്കിയത് പിണറായി ഇന്ദ്രജാലമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. മുഖ്യമന്ത്രിയോട് ഒരു വിഷയം സംസാരിച്ചാൽ, പശുവിനെ കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രി പശുവിനെ തെങ്ങിൽ ചേർത്ത് കെട്ടും, എന്നിട്ട് തെങ്ങിനെ കുറിച്ച് സംസാരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സംസാരിച്ചത്. പ്രതിപക്ഷം സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രിയും. BJPക്ക് വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരാളെ അയക്കാനുള്ള പിന്തുണ കൊടുത്തിരുന്നു. ഇപ്പോൾ BJPക്ക് ഇവിടെ പ്രാതിനിധ്യമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയോട് ഒരു വിഷയം സംസാരിച്ചാൽ, പശുവിനെ കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രി പശുവിനെ തെങ്ങിൽ ചേർത്ത് കെട്ടും, എന്നിട്ട് തെങ്ങിനെ കുറിച്ച് സംസാരിക്കും. എനിക്കും ഞങ്ങൾക്കും സംഘിപ്പട്ടം ചാർത്തിത്തരാൻ വേണ്ടിയിട്ടൊരു ശ്രമം അതിൻ്റെ കൂടെ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഒരു പിണറായി വിജയനല്ല, 1000 പിണറായി വിജയന്മാർ ഒരുമിച്ച് വന്നാലും ഞങ്ങളുടെ തലയിൽ ഈ സംഘിപ്പട്ടം ചാർത്താൻ പറ്റില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂട്ട നടപടിയുമായി CPIM പ്രതികളായ 3 ജീവനക്കാരെ പുറത്താക്കി. മുൻ ബാങ്ക് പ്രസിഡന്റ് KK ദിവാകരനെയും പാർട്ടി പുറത്താക്കി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, KR വിജയ എന്നിവരെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രനെ 1 വർഷത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടും. സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങി. ബാങ്ക് തട്ടിപ്പിലെ ബിനാമി പണം ഉപയോഗിച്ച് പ്രതികൾക്ക് കൊച്ചിയിലും ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെന്ന് കണ്ടെത്തി. 104 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കരുവന്നൂരിന് പിന്നാലെ തൃശൂരിൽ CPIM നിയന്ത്രണത്തിലുള്ള മറ്റൊരു ബാങ്കിൽ നിന്നുകൂടി ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്ത്. CPIM നിയോഗിച്ച കമ്മീഷനും സഹകരണ രജിസ്ട്രാറിന്റെ പരിശോധനയിലും ക്രമക്കേട് ബോധമായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയില്ല. തൃശൂരിലെ മൂസ്പേട്ട സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതിക്കെതിരെയാണ് റിപ്പോർട്ട്. 24 വാർത്തയെ തുടർന്ന് നേതാക്കൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് CPIM സംസ്ഥാന നേതൃത്വം. 2014-15 സാമ്പത്തിക വർഷം 38 ലക്ഷം രൂപ അറ്റാദായമുണ്ടായിരുന്ന സഹകരണ ബാങ്കാണ് മൂസ്പേട്ട്. 2018-19 ആയപ്പോൾ നഷ്ടം 13.5 കോടിയായി. സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് ഭരണസമിതിയുടെ ക്രമക്കേടുകൾ പരാമർശിക്കുന്നത്.
മലപ്പുറം ആനക്കയം സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം ഇഴയുന്നു. 2 വർഷം പിന്നിട്ടിട്ടും നഷ്ടമായ പണം തിരിച്ചു ലഭിക്കാത്തതിൽ ദുരിതത്തിലാണ് നിക്ഷേപകർ. 230-ലധികം നിക്ഷേപകരുടേതായി 6.5 കോടിയോളം രൂപയാണ് ബാങ്കിൽ നിന്നും നഷ്ടമായത്. അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച പണം പാസ്ബുക്കിൽ തുക രേഖപ്പെടുത്തി വ്യാജ രസീത് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ UD ക്ലർക്ക് KV സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാളുടെ ഭൂമി ബാങ്ക് ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് വിൽപ്പന നടത്തി പണം തിരിച്ചു നൽകാമെന്നായിരുന്നു ബാങ്കിന്റെ വാഗ്ദാനം. പക്ഷേ 2.5 വർഷമായിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല. പൈസ പോയതാണ് 3 വർഷത്തിലേറെയായി. 3 വർഷത്തിലേറെ അവരൊരു 3 വർഷത്തിന് മുമ്പ് ഒരു ഡിസംബർ ആയിരുന്നു പറഞ്ഞിരുന്നു. ക്യാഷ് പോയിട്ട് അവർ ഇന്ന് തരാം, നാളെ തരാം, 2 ദിവസം, 3 ദിവസം, 6 ദിവസം, വർഷങ്ങൾ 3 ഇതുവരേക്കും നമ്മൾ കാശ് തിരിച്ച് കിട്ടുക അല്ലെങ്കിൽ അത് തരാനൊരു സംവിധാനങ്ങൾ അവരുണ്ടാക്കിയ ഒന്നും ചെയ്തിട്ടില്ല. തരാനുള്ള യാതൊരു നിലപാടും അവരെ കയ്യിലില്ല. അവർ വരുമ്പോൾ പറയും 1 വർഷം, 6 മാസം, 2 മാസം പറഞ്ഞിട്ട് അവർ കഴിയുന്നൊരു രീതിയാണ്. പരാതി നൽകിയതോടെ വിജിലൻസ് അന്വേഷണം ഉണ്ടായെങ്കിലും അന്വേഷണം എവിടെയും എത്തിയില്ല. സാധാരണക്കാരാണ് തട്ടിപ്പിനിരയായവരിൽ മിക്കവരും. സെക്രട്ടറി ബാങ്കിൻ്റെ സീല് വെച്ചിട്ട് 2019 മാർച്ച് 31-ാം തീയതി എനിക്ക് മുഴുവൻ പണം തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി സീല് വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പണത്തിന് വേണ്ടി വന്ന സമയത്ത് അവർ തരാൻ കഴിയില്ല, ഇത് കേസായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ പണം എടുത്തിട്ട് പോയ ആളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അത് വിൽക്കുന്ന മുറയ്ക്ക് മാത്രമേ നിങ്ങളെ പണം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസ്ഥ. അതിനുശേഷം പല പ്രാവശ്യം ബന്ധപ്പെട്ടെങ്കിലും അവർ 3 മാസം 6 മാസം അവധി പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്യിക്കുന്നത്. അതാണ് ഇപ്പോൾ ലാസ്റ്റ് പറയുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് ഇപ്പോൾ ഒരു 10 ദിവസം മുൻപ് പ്രസിഡന്റിനെ വിളിച്ച സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് കൈമലർത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മേൻ്റെ കാശ്, എൻ്റെ അനിയൻ്റെ ഒരു 6 ലക്ഷം രൂപ, അമ്മേൻ്റെ കാശ് ഇവിടെ വന്ന് ഒരു 90,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പൈസ പിൻവലിച്ചു. ബാക്കി ആ ബുക്കിൽ എഴുതി തരാമെന്ന് പറഞ്ഞു. അനിയനെ വന്നിരുന്നു, ബുക്കിൽ എഴുതി കൊടുത്തില്ല. ഒരു തുണ്ട് കടലാസിന് മാത്രം എഴുതി കൊടുത്ത് പിന്നെ വന്ന് ചോദിച്ചപ്പോൾ അമ്മേൻ്റെ കാശുമില്ല, മുഴുവൻ ഇവൻ പിൻവലിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുടുംബത്തിന് ഏകദേശം ഒരു 1/4 കോടിയോളം ഞങ്ങളെ കുടുംബത്തിന് മാത്രം ഈ ബാങ്ക്, ഒരാൾ മാത്രമല്ല, ഇതിൽ ബാങ്കിലെ ജീവനക്കാരും സെക്രട്ടറി അതേപോലെ ഭരണസമിതി ഉൾപ്പെടെ ആളുകൾ മുഴുവൻ ഇത് കട്ടെടുത്തുകൊണ്ട് പോയതാണ്. ജോയിന്റ് രജിസ്ട്രാർ ഭൂമി വിൽപ്പന തടയുന്നതാണ് പണം മടക്കി നൽകുന്നതിന് വൈകുന്നത് കാരണമായി ബാങ്ക് ഭരണസമിതി പറയുന്നത്. ഭൂമി വിൽപ്പന നടത്താൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നുമാണ് ഭരണസമിതിയുടെ വിശദീകരണം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിൽ രാഷ്ട്രീയ നീക്കവുമായി BJP. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉറപ്പാക്കാൻ BJP സംസ്ഥാന നേതൃത്വം നീക്കം ആരംഭിച്ചു. പാർട്ടി പരിപാടികൾക്കായി ഡൽഹിയിലെത്തുന്ന K. സുരേന്ദ്രൻ, കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ, ധനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. BJP കോവിഡ് കാലത്ത് നടത്തുന്ന സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള യോഗത്തിനാണ് K. സുരേന്ദ്രൻ ഡൽഹിയിലെത്തുന്നത്. CPIM ആരോപണ വിധേയമായ തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികളുടെ കാര്യക്ഷമമായ ഇടപെടൽ BJP ആവശ്യപ്പെടും. ടോക്കിയോ ഒളിമ്പിക്സിലെ ആദ്യ മെഡലുമായി രാജ്യത്ത് തിരിച്ചെത്തിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം മീരാബായി ചാനുവിന് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. രാജ്യത്തിന്റെ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി എന്ന് മീരാബായി ചാനു. മണിപ്പൂർ സർക്കാർ മീരാബായി ചാനുവിനെ ASP ആയി നിയമനം നൽകി. RT-PCR പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് മീര കനത്ത സുരക്ഷയിൽ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. റിയോ ഒളിമ്പിക്സിന് ശേഷം പരിശീലന രീതികൾ മാറ്റി നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഒളിമ്പിക്സ് മെഡൽ നേട്ടമെന്ന് മീരാബായി ചാനു പ്രതികരിച്ചു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് BS യെദ്യൂരപ്പ രാജിവെച്ചു. സർക്കാരിന്റെ 2ാം വാർഷിക ചടങ്ങിലാണ് രാജി പ്രഖ്യാപിച്ചത്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. യെദ്യൂരപ്പ രാജ്ഭവനിലെത്തി രാജിക്കത്ത് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കാലാവധി പൂർത്തിയാകാതെ 4ാം തവണയാണ് യെദ്യൂരപ്പ പടിയിറങ്ങുന്നത്. സർക്കാരിന്റെ 2 വർഷം പൂർത്തിയാക്കുന്ന ചടങ്ങിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു യെദ്യൂരപ്പയുടെ രാജി പ്രഖ്യാപനം. 2 വർഷത്തെ പ്രവർത്തന രീതി വിശദീകരിച്ച ശേഷം വികാരാധീനനായി കണ്ണീരണിഞ്ഞുകൊണ്ട് പടിയിറങ്ങി. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ ഹർജിയാണ് കോടതി തള്ളിയത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും കോടതി ഇടപെടൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. റിസർവ് മരങ്ങളാണ് പ്രതികൾ മുറിച്ചു നീക്കിയതെന്നും കോടിക്കണക്കിന് രൂപയുടെ വനം കൊള്ള നടന്നിട്ടുണ്ടെന്നും വാദത്തിനിടെ സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കേസന്വേഷണം മുന്നോട്ടു പോകാൻ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഈ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്.
റവന്യൂ ഉദ്യോഗസ്ഥയ്ക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകിയതും തിരിച്ചെടുത്തതും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടിയെടുക്കും. മരമുറിക്കലുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥകൾ ഉള്ളതിനാലാണ് ഉത്തരവിറക്കിയപ്പോൾ നിയമോപദേശം തേടാതിരുന്നത്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സർക്കാരിന് ഒരു അനധികൃത മരമുറി നടത്തിയയാളെയും സംരക്ഷിക്കേണ്ട പ്രശ്നവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർമാരിൽ നിന്ന് ആദ്യഘട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. വനം വകുപ്പ് അക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് എടുത്തിരുന്നു. ഇനി ട്രീസ് ആക്റ്റുമായി നമ്മുടെ 64 ചട്ടവുമായി ബന്ധപ്പെട്ട ട്രീ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിച്ച് പട്ടയം ലഭിക്കുന്നതിന് മുമ്പും പട്ടയം നൽകുമ്പോൾ വെസ്റ്റ് ചെയ്തതുമായ മരങ്ങൾ ഉൾപ്പെടെ അതിലുണ്ടോ എന്ന് പരിശോധിച്ച് അത് തിട്ടപ്പെടുത്തി 1 രൂപ പോലും സർക്കാരിന് നഷ്ടപ്പെടാത്ത തരത്തിലും കുറ്റക്കാർക്കെതിരായിട്ടുള്ള കർശന നടപടി സർക്കാർ എടുക്കും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുണ്ടറ പീഡന പരാതി ഒതുക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടുവെന്ന വിവാദത്തിൽ NCPയിൽ കൂട്ട നടപടി. മന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ പിതാവടക്കം 6 പേരെ സസ്പെൻഡ് ചെയ്തു. ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും ഫോൺ സംഭാഷണത്തിലും ഇടപെടലിലും സൂക്ഷ്മത പാലിക്കണമെന്ന് മന്ത്രിക്കും പാർട്ടി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന നേതൃത്വത്തെ അധിക്ഷേപിച്ചുവെന്ന കുറ്റം ചുമത്തി യുവജന വിഭാഗം നേതാവിനെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 2 സ്റ്റേറ്റ് സെക്രട്ടറിമാരെ കൊല്ലത്തയച്ച് ഈ കുണ്ടറയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കമ്മിറ്റി പറഞ്ഞത് ഈ 5 ആളുകളാണ് ഈ കുഴപ്പങ്ങൾക്ക് പിന്നിൽ, പാർട്ടി അപകീർത്തിപ്പെടുത്തുന്ന ഈ സംഭവങ്ങളുടെ പിന്നിലുള്ളത് ഈ 5 പേരാണ് എന്നവർ പറഞ്ഞതുകൊണ്ട് ആ 5 പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. പരാതി കൊടുത്ത പെൺകുട്ടി പോലീസിൽ കൊടുത്ത പരാതിയിൽ ആ 2 പേരുടെ പേരുണ്ടായിരുന്നത് കൊണ്ട് പത്മാകരനെയും രാജീവിനെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം മന്ത്രി എ കെ ശശീന്ദ്രൻ മുൻപും പീഡന പരാതികൾ ഒതുക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും പരാതിക്കാരിയുടെ പിതാവ് പ്രതികരിച്ചു. ഇതിൽ മന്ത്രി ഈ ഒരു പീഡന കേസ് മാത്രമല്ല, മന്ത്രി ഇതേപോലെ പല പീഡന കേസുകളും ഇല്ലാതാക്കിയിട്ടുണ്ട്. എ കെ ശശീന്ദ്രൻ മന്ത്രി ഇടപെട്ട് പല പീഡന കേസുകളും തേച്ച് മായ്ച്ച് കളഞ്ഞതൊക്കെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. PC ചാക്കോയ്ക്ക് ഏത് രീതിയിലും എവിടെ ലാഭം മാത്രം. ആദ്യം അയാൾ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് കോൺഗ്രസിൽ പോയി. കോൺഗ്രസിൽ അയാൾക്ക് കിട്ടിയതുപോലെ ഒരു ആനുകൂല്യം മറ്റൊരു പ്രവർത്തകർക്കും കിട്ടിയിട്ടില്ല. അത് മൊത്തം എടുത്തിട്ട് ഇപ്പോൾ ആയപ്പോൾ വീണ്ടും NCP വന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്നിടത്തെല്ലാം പിഴിഞ്ഞെടുക്കുക. അതിനുവേണ്ടി അയാൾക്ക് പറ്റിയൊരു കക്ഷിയാണ് ഈ പീഡനം ഇല്ലാതാക്കുന്ന, പീഡനം ഉണ്ടാക്കുന്ന മന്ത്രി. INL പിളർപ്പിൽ CPIM നിലപാട് ഘടിപ്പിക്കുന്നു. ഇരുവിഭാഗത്തെയും പിന്തുണയ്ക്കേണ്ട എന്നാണ് നേതൃത്വത്തിൽ ചർച്ച. തർക്കം ഇടതുമുന്നണിക്ക് അപമാനകരമാണെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. 2 വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകും. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന കോവിഡ് നിയന്ത്രണം ലംഘിച്ചു ചേർന്ന INL യോഗത്തിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. INLലെ തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അതെ, അത് മുന്നണിയിലെ ഒരു കക്ഷികളിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പല കക്ഷികളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് മറ്റുള്ള കക്ഷികൾ പ്രതികരിക്കാറില്ല. ഇത് മുന്നണിക്കുള്ളിൽ ഉള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ അത് എന്താണെന്ന് LDF ആലോചിച്ചിട്ട് അതിന് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് കാണാതായ PG സംസ്കൃതം സാഹിത്യത്തിലെ ഉത്തരക്കടലാസുകൾ കണ്ടെത്തി. പരീക്ഷാ വിഭാഗം ഓഫീസിൽ സർവകലാശാല ജീവനക്കാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് 276 ഉത്തരക്കടലാസുകളും കണ്ടെത്തിയത്. അതേസമയം പോലീസ് സ്ഥലത്തെത്തി ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയ മുറി സീൽ ചെയ്തു. നാളെ ഉത്തരക്കടലാസുകളും ഇത് കണ്ടെത്തിയ മുറിയും ഫോറൻസിക് സംഘം പരിശോധന നടത്തും. അതേസമയം ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ അട്ടിമറി ആരോപിച്ച് സസ്പെൻഷനിലായ സംസ്കൃത സാഹിത്യ വകുപ്പിലെ പരീക്ഷാ ചുമതലയുള്ള ചെയർമാൻ KA സംഗമേശൻ രംഗത്തെത്തി. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും KA സംഗമേശൻ 24നോട് പറഞ്ഞു. എക്സാമിനേഷൻ നിങ്ങൾ തന്നെ ഉണ്ടാവും, ആ തെരച്ചിൽ നടത്തണം എന്ന് ഞാൻ PVCയോട് ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും ആ തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് എന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താതെ എടുത്ത് ചാടി സസ്പെൻഡ് ചെയ്തതിൽ എന്തോ മനഃപൂർവ്വം വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കണം, അട്ടിമറി ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കണം.
ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ISRO ചാരക്കേസിൽ കുരുക്കിയത് ആരാണെന്നത് സംബന്ധിച്ച് CBI സ്വന്തം നിലയ്ക്ക് തെളിവുകൾ ശേഖരിക്കണമെന്ന് സുപ്രീംകോടതി. അന്വേഷണത്തിന് DK ജെയിൻ സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ജെയിൻ സമിതിയെ പിരിച്ചുവിട്ട കോടതി സമിതിയുടെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ചു. അതേസമയം ഗൂഢാലോചന കേസിലെ പ്രതികളായ S. വിജയൻ, തമ്പി S. ദുർഗാദത്ത്, ജയപ്രകാശ് എന്നിവർക്ക് ഹൈക്കോടതി ഇടക്കാല ജാമ്യവും അനുവദിച്ചു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന പോലീസ് ഫോണുകൾ ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതായാണ് സംശയം. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ എത്തുന്നത് രാജ്യത്തിന് പുറത്തുനിന്നാണ്. കോഴിക്കോട്ടെ ടെലിഫോൺ എക്സ്ചേഞ്ച് രാജ്യത്തെ സമാന്തര എക്സ്ചേഞ്ച് ശൃംഖലയുടെ കണ്ണിയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കോഴിക്കോട് നിന്നും കണ്ടെടുത്ത സിം കാർഡുകൾ ഉത്തരേന്ത്യൻ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തവയാണെന്നും അന്വേഷണ സംഘം പറയുന്നു. കേസിന്റെ രാജ്യാന്തര ബന്ധം പുറത്തായതോടെ NIA അന്വേഷിക്കണമെന്ന ആവശ്യവുമായി BJP രംഗത്തെത്തി. ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും BJP കുറ്റപ്പെടുത്തി. രാജ്യത്തിന് പുറത്തുള്ള ചില ഏജൻസികൾക്കും ഇതിന് പിറകിൽ പങ്കാളിത്തമുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായ സാഹചര്യത്തിൽ ഈ അന്വേഷണം NIA ഏൽപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ചൈനീസ് നിർമ്മിത സാമഗ്രികൾ പാക് ചാരസംഘടനയായിട്ടുള്ള ISI മുഖാന്തരമാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തുന്നത്. ആലപ്പുഴ വള്ളികുന്നത്ത് 19-കാരി സുചിത്ര തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്തൃമാതാപിതാക്കൾ അറസ്റ്റിൽ. സ്ത്രീധന പീഡനത്തിന് കേസെടുത്ത പോലീസ് സുചിത്രയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ മാതാപിതാക്കളായ ഉത്തമൻ, സുലോചന എന്നിവരെ അറസ്റ്റ് ചെയ്തു. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഇവർ നിരന്തരമായി നടത്തിയ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. വിവാഹം നടന്ന് വെറും 3 മാസം തികയുമ്പോഴായിരുന്നു സംഭവം. സ്ത്രീധനത്തിന്റെ പേരിൽ ആദ്യം ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് വിഷ്ണുവും കുടുംബവും പിന്മാറിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. അറസ്റ്റ് നീതി നടപ്പാകുന്നുവെന്ന പ്രതീക്ഷ നൽകുന്നതായി സുചിത്രയുടെ അമ്മ. ഇത്രയും നാളും കൊണ്ട് കണ്ണീര് കുടിച്ചതിനൊക്കെ ഒരു ഫലം കണ്ടെന്ന് തോന്നുവാണ്. പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ സമാധാനം. എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നൊരു മനസ്സിലൊരിത്. എൻ്റെ കുഞ്ഞിത് സ്വയം ചെയ്തതല്ല. ഇപ്പോഴും ഞാനത് പറയാം, എൻ്റെ മോളിൽ സ്വയം ചെയ്തതല്ല. എങ്കിലും ഞാനൊരു വിചാരിക്കുക, ഇതുവരെ പോലീസിൻ്റെ എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയി. ഇനി അങ്ങോട്ടും എൻ്റെ കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടി അങ്ങേയറ്റം വരെ അവർ ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർക്കുക. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രതിപക്ഷ ബഹളത്തിൽ തടസ്സപ്പെട്ടു. ലോക്സഭയിലും രാജ്യസഭയിലും ഫോൺ ചോർത്തൽ, കാർഷിക നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അതേസമയം ഇന്ധനങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം കേന്ദ്ര സർക്കാർ അല്ല തീരുമാനിക്കേണ്ടതെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയെ രേഖാമൂലം അറിയിച്ചു. The Constitution clearly says after the last amendment that it is the GST Council which will determine whether petrol and diesel will be covered by the GST. So this is a recommendation which has to come from the GST Council. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.